പരിശുദ്ധ റമദാനിൻ്റെ പൂർത്തീകരണത്തിലോടുകൂടി നമ്മളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഫിത്ർ സക്കാത്ത് എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ വ്യക്തിയുടെയും മേൽ നിർബന്ധമാക്കിയതാണ് ഫിത്ർ സക്കാത്ത് എന്ന് ഹദീസുകൾ നമ്മെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ഫറള സക്കാത്തുൽ ഫിത്രി മിൻ റമളാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ. ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് ഫിത്ർ സക്കാത്ത് നൽകുക എന്നത്. എപ്പോഴാണ് കൊടുക്കേണ്ടത്? മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിൻ്റെ മുന്നേ അത് നിങ്ങൾ കൊടുത്ത് ആ ബാധ്യത ഒഴിവാക്കണമെന്നുള്ളതാണ്. ചില മുഫസ്സിറുകളും ചില പണ്ഡിതന്മാരും മുഹദ്ദിസുകളും പറഞ്ഞു, പെരുന്നാളിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതുമാണ് എന്ന കാര്യമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്തായി പരിഗണിക്കപ്പെടില്ല എന്നും ഫഹിയ സ്വദഖത്തു മിൻ സ്വദഖാത്ത്, അത് വെറും ഒരു ദാനധർമ്മമായി മാറും എന്നതുമാണ് നമ്മെ പഠിപ്പിച്ചത്. ഇതെന്തിനാണ് നമ്മൾ നൽകുന്നത്? യഥാർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, സക്കാത്തുൽ ഫിത്രി തുഹറത്തുൽ ലിസായിം മിനൽ ലഗ്വി വറഫസ്. ഒരു നോമ്പുകാരന് വന്നേക്കാവുന്ന ഒരുപാട് പോരായ്മകളുണ്ട്, മ്ലേച്ഛതകളുണ്ട്. അതിൽ നിന്ന് അവനെ ശുദ്ധീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഫിത്ർ സക്കാത്തിലൂടെ അവൻ നൽകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്ന കാര്യമാണ്. അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ഇനി എന്താണ് നൽകേണ്ടത്? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ നൽകേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുക്കാറുള്ളത് അരിയാണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും ഗോതമ്പ് മുഖ്യ ഭക്ഷണമായി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പാണ് നൽകേണ്ടത്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുഖ്യ ഭക്ഷണം ഏതാണോ അതാണ് നമ്മൾ നൽകേണ്ടത്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഒരൊത്ത വലിപ്പമുള്ള ഒരു മനുഷ്യൻ തൻ്റെ രണ്ട് കൈയിലും കോരുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു സ്വാ എന്ന് പറയുമ്പോൾ. യഥാർത്ഥത്തിൽ അതിന്റെ തൂക്കത്തെ സംബന്ധിച്ച് ഇബ്നു ഉസൈമി റഹിമഹുല്ല പറയുന്നുണ്ട്, സ്വഹാബത്തിന്റെ കാലത്തിലൊക്കെ അവർ തൂക്കിയിരുന്ന ഒരു അളവ് പാത്രം സനദോട് കൂടിയിട്ട് അതെനിക്ക് ലഭിച്ചു. ആ സനദോട് കൂടി ലഭിച്ച ആ പാത്രത്തിൽ ഞാൻ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചു നോക്കിയപ്പോൾ കിട്ടിയത് 2 കിലോനും 100 ഗ്രാമുമായിരുന്നു എന്നുള്ളതാണ്. 2 കിലോ 100 ഗ്രാം, ഇതാണ് അതിൻ്റെ തൂക്കമെന്ന് ഇബ്നു ഉസൈമി റഹിമഹുല്ല കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 200 കൊടുക്കാറുണ്ട്, 500 കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഏതും നമുക്ക് സ്വീകരിക്കാം. സൂക്ഷ്മതക്ക് നല്ലത് ഏറ്റവും 2 കിലോൻ്റെ മുകളിലും 2.5 ഉള്ളിലുമായിക്കൊണ്ട് ആ രൂപത്തിലാണ് അതിൻ്റെ അളവ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടിയുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് വരെ, അന്ന് പിറന്നു വീഴുന്ന ജനിച്ച കുട്ടിക്ക് വരെ ഫിത്ർ സക്കാത്ത് ഉണ്ട് എന്നതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതാർക്ക് കൊടുക്കണം? നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ അനക്കും തരാം, അവൻ അവിടെ നിന്ന് ഇങ്ങോട്ടും മേടിക്കാം, പരസ്പരം കൈമാറ്റം ചെയ്യാം. അതൊരിക്കലും ഫിത്ർ സക്കാത്ത് ആവൂല. സക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെയാണോ അവർക്ക് തന്നെയാണ് ഇത് നമ്മൾ എത്തിക്കേണ്ടത് എന്നുള്ളതാണ്. ചില ആളുകൾ ചോദിക്കും, അതിന്റെ പൈസ പള്ളിക്ക് കൊടുത്താലോ അല്ലെങ്കിൽ അതിന്റെ പണമായി കൊടുത്താലോ? എല്ലാവർക്കും അരി കിട്ടുന്നുണ്ടല്ലോ, അരി ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അരിയല്ല പ്രധാനം, പണമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒരിക്കലും പണം കൊടുക്കാൻ പ്രമാണങ്ങളിൽ തെളിവില്ല. അത് അരിയായി തന്നെ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കളായി കൊണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പെരുന്നാൾ അതിൻ്റെ സുദിനവും അതിൻ്റെ സുന്നത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പെരുന്നാളിന് വേണ്ടി കുളിക്കാറുണ്ട്. പക്ഷെ ആ കുളിക്കൽ ഒരു സുന്നത്താണ് എന്ന നിലക്ക് ആ സുന്നത്ത് പ്രതീക്ഷിച്ചു കുളിക്കുമ്പോഴാണ് ആ കുളി ഒരു ഇബാദത്തായി, ഒരു പ്രതിഫലമുള്ള കാര്യമായി കൊണ്ട് മാറുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആബാലവൃദ്ധം ജനങ്ങളോടും വരാൻ പറഞ്ഞൊരു വേളയാണ് യഥാർത്ഥത്തിൽ പെരുന്നാളിന്റെ നമസ്കാരം. കുട്ടികളെന്നോ
പിന്നെ വാർദ്ധക്യമുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും വരാൻ പറഞ്ഞു. ആർത്തവകാരികളായ സ്ത്രീകളെ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമസ്കാരത്തിന്റെ സമയത്തൊന്ന് മാറി നിൽക്കുക, ഖുതുബ കേൾക്കാൻ ആ സഹോദരിക്കും വരാവുന്നതാണ്. അപ്പൊ അത്രയും പിന്നെ ശ്രേഷ്ഠതയുള്ള ഒരു മുസ്ലിമീങ്ങളുടെ ഏറ്റവും നല്ല വലിയ സന്തോഷത്തിന്റെ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഫലസ്തീനിലെ മക്കൾ പട്ടിണി കിടക്കുന്നു, അതേപോലെ തന്നെ ശരിയാണ്, യാഥാർത്ഥ്യമാണ്, അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് പെരുന്നാളിൻ്റെ ആഘോഷമില്ല, ആശംസകൾ മാത്രം എന്ന് പറഞ്ഞ് ഒരു നല്ല വസ്ത്രം ധരിക്കാത്തവരുണ്ട്, പെരുന്നാളിന്റെ സുന്നത്തുകൾ പാലിക്കാത്തവരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എവിടുന്ന് കിട്ടിയതാണെന്ന് ചോദിച്ചാൽ ഹൈന്ദവ വിശ്വാസികൾ എന്നാണ് വന്നിട്ടുള്ളത്. അവരുടെ കുടുംബത്തിൽ വല്ല മരണമോ വല്ല അപകടമോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വരുന്ന ആഘോഷങ്ങളെ ആ വർഷത്തിൽ അവർ ആഘോഷമായി കണക്കാക്കാറില്ല. ഇത് കടമെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ആളുകളും ഏതെങ്കിലും ഒരു രാജ്യത്തും അതുപോലെ തന്നെ സമൂഹത്തിലുമൊക്കെ മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ നമുക്ക് വേദനയില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയണത്. അത് നമ്മുടെ വേദന തന്നെയാണ്. നമ്മൾ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിർഭയത്വവും സമാധാനം നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച്, നമ്മളൊക്കെ ഇറച്ചി വാങ്ങി വരുന്ന ലാഘവത്തിലാണ് ഒരു കവറിൽ തൻ്റെ കുട്ടിയുടെ ചിതറിത്തെറിച്ച ശരീരവുമായിട്ട് ഒരു പിതാവ് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന രംഗം നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്തിനാ? ക്യാമറക്ക് മുന്നിൽ ആ മനുഷ്യൻ പറയാണ്, എൻ്റെ കുട്ടിയുടെ ശരീരമൊന്ന് തുന്നിച്ചേർത്ത് അവനൊന്ന് കബറടക്കണമെന്ന വാക്കാണ്. നമ്മളെത്ര സ്വസ്ഥതയിലാണ്, സമാധാനത്തിലാണ്. അവരാരും വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ അവരെ നിരന്തരമായി പ്രാർത്ഥന ഉൾപ്പെടുത്തണം. എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ ധൂർത്തുകളില്ലാതെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഇല്ലാതെ അനുവദിക്കപ്പെട്ട രൂപത്തിൽ പ്രിയപ്പെട്ടവരെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക തന്നെ വേണം. രണ്ടാഘോഷമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത്. അത് ആഘോഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവാദം നമുക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിന്നൊക്കെ പല സ്വഹാബത്തും പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. എന്ന പ്രയാസങ്ങൾ അനുഭവിക്കാണ് നമ്മൾ ഇപ്രാവശ്യം പെരുന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കുന്നില്ല, ആശംസകളായി ചുരുക്കുകയാണ് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം. അതേപോലെ തന്നെ പെരുന്നാൾ ഒന്നാമതായി കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. നല്ലത് എന്ന് പറയുമ്പോൾ അത് പുതിയത് തന്നെ ആകണമെന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുമാ ദിവസത്തിലും ഈദിന്റെ ദിവസത്തിലും ധരിക്കാൻ പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നു എന്ന ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോൾ തന്റെ വസ്ത്രങ്ങൾ ഏറ്റവും ഭംഗിയുള്ളത് ധരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അതേപോലെ തന്നെ സുഗന്ധം പൂശുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ അത് പെരുന്നാളാകട്ടെ അല്ലാത്ത സുദിനങ്ങളാകട്ടെ സുഗന്ധം പൂശാൻ പാടുകയില്ല. പുരുഷന്മാർ സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ താടിയിലും തലയിലും തന്റെ വസ്ത്രത്തിലുമൊക്കെ സുഗന്ധം പൂശിയിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പുറപ്പെടുക എന്നുള്ളത്. എന്നാൽ നമ്മൾ ഈദുൽ അദ്ഹയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഭക്ഷണം കഴിക്കാതെയാണ് പോകേണ്ടത്. ഈദുൽ ഫിത്റിന് വേണ്ടി വരുമ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കാരക്കയെങ്കിലും കഴിച്ചുകൊണ്ടായിരിക്കണം അവർ മുസല്ലയിലേക്ക് വരേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലുക സാധാരണഗതിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർക്ക് ഉയർന്ന ശബ്ദത്തിൽ ചൊല്ലാം. സ്വഹാബത്തൊക്കെ അങ്ങാടിയിൽ ചെന്ന് തക്ബീർ ചൊല്ലിയിട്ട് അങ്ങാടി മൊത്തം ഇങ്ങനെ വിറകൊള്ളുമായിരുന്നു, മുഴങ്ങുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ നല്ല ശ്രദ്ധയുണ്ടാകണം. ഏതു മുതൽ ഏതുവരെയാണ്? ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടതോടുകൂടി തക്ബീർ ചൊല്ലി തുടങ്ങുക. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അവിടെയുള്ളത്. 6ാമത്തെ കാര്യം, ഈദ്ഗാഹിലാണ് റസൂലുള്ളാഹി നമസ്കരിച്ചത്. നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും അതിൽ വസ്വാസുണ്ട്. അത് ഇത്രയും നല്ല പള്ളി ഉണ്ടായിട്ട് നല്ല സൗകര്യം ഉണ്ടായിട്ട് എന്തിനാ ഇപ്പോൾ പാടത്തേക്ക് പോണത്, എന്തിനാ ഗ്രൗണ്ടിലേക്ക് പോകുന്നത്? നിങ്ങൾ നോക്കിയേ, ഒരു നമസ്കാരത്തിന് 1 ലക്ഷം പ്രതിഫലം പറഞ്ഞ മസ്ജിദുൽ ഹറമുണ്ട് അവിടെ. ഒരു നമസ്കാരത്തിന് 1000 പ്രതിഫലം പറഞ്ഞ മസ്ജിദുൻ നബവി ഉണ്ട് അവിടെ. എന്നിട്ട് മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഹറമും വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകമായി ഈദിന് വേണ്ടി റസൂലുള്ളാഹി ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് പള്ളിയല്ല, ഈദ്ഗാഹുകളാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ട്. അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് നടന്നു പോവുക എന്നതാണ് കഴിയുന്ന പരമാവധി ആ സുന്നത്ത് കൂടി കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് 2 റക്അത്ത്
പെരുന്നാൾ നമസ്കരിച്ചു, പക്ഷേ ഫലം യുസല്ലി ഖബല വല ബഅദ, അതിന്റെ മുന്നോ സുന്നത്തില്ല, അതിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുസല്ലയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒരു പെരുന്നാളിന് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് ശേഷമോ അതിന്റെ മുമ്പോ സുന്നത്തില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈദ്ഗാഹിൽ വെച്ച് നിർവഹിക്കുക എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഖുതുബ അത് പിന്നെ ശ്രവിക്കൽ സുന്നത്താണ് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വഴി തെരഞ്ഞെടുത്ത് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക, എല്ലാവർക്കും ഈ സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആഘോഷത്തിന്റെ ഈ പിന്നെ ആശംസകൾ പരസ്പരം കൈമാറാനും പ്രാർത്ഥിക്കാനും പല ആളുകളെയും കണ്ടുമുട്ടുവാനും വേണ്ടിയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. പിന്നെ പല ആളുകളും വിചാരിച്ച മറ്റൊരു തെറ്റിദ്ധാരണയാണ് പെരുന്നാളിന്റെ ദിവസത്തിൽ പ്രത്യേകം ഖബർ സിയാറത്ത് സുന്നത്തുണ്ട് എന്ന്. നേരെ നിസ്കാരം കഴിഞ്ഞാൽ പോകുന്നത് ഖബർ സിയാറത്തിന് വേണ്ടിയിട്ടാണ്. ഖബർ സിയാറത്ത് സുന്നത്താണ്, അത് എപ്പോഴും സുന്നത്താണ്. പക്ഷെ പെരുന്നാളിന് പ്രത്യേകം ഒരു സുന്നത്തായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഒരു സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച്, പെരുന്നാളിന് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് പോകൽ അത് ബിദ്അത്തായി മാറും. അതല്ല, നമുക്ക് ഇന്നും സുന്നത്താണ്, നാളെയും സുന്നത്താണ്, ഇന്നലകളിലും സുന്നത്തായിരുന്നു എന്ന നിലക്കാണെങ്കിൽ അത് പ്രശ്നമില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ധൂർത്തുകൾ, ആർഭാടങ്ങൾ, ഭക്ഷണം വേസ്റ്റാക്കലുകൾ, അതേപോലെ തന്നെ സംഗീതത്തിന്റെ, ഇപ്പൊ പെരുന്നാള് അതിന്റെ മാസം കാണുന്നതോടുകൂടി വീട്ടിൽ പിന്നെ ഉറക്കെ ബോക്സൊക്കെ വെച്ച് പിന്നെ സംഗീതത്തിന്റെ അത്രയും കാതടപ്പിക്കുന്ന ശബ്ദം വെച്ച് ആ രൂപത്തിൽ ഈ പരിശുദ്ധ റമദാന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. എങ്ങനെ ആഘോഷിക്കണമെന്നറിയില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഒരു പെരുന്നാളിന്റെ ഖുതുബ കണ്ണൂർ ജില്ലയിലായിരുന്നു. പെരുന്നാളിന്റെ മാസം അറിഞ്ഞതോടുകൂടി പള്ളിയുടെ 4 ഭാഗത്തുനിന്നും പടക്കം പൊട്ടുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ വല്ല ആഘോഷമോ വല്ല അമ്പലത്തിലോ വല്ല ചർച്ചിലോ വല്ല പരിപാടി ഉണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു, അല്ല, ഈ നാട്ടിൽ അങ്ങനെയാണ്. മനസ്സിലാവുണ്ടോ? ഹൈന്ദവരുടെ ആഘോഷങ്ങളും അവരുടെ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ചിട്ട് എങ്ങനെ ആഘോഷിക്കണം എന്നറിയില്ല. ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയും അതേ രൂപത്തിൽ തന്നെ ഭക്ഷണവും അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ സുന്നത്തുകളൊക്കെ പാലിച്ചും സൂക്ഷിച്ചും കൊണ്ടാണ്. ഒരിക്കലും ഒരു സന്തോഷത്തിലും അള്ളാഹുവിനെ മറന്ന് ദൂർത്ത് കാണിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അള്ളാഹ് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ, പരിപാലനത്തിന് വേണ്ടിയുള്ള കളക്ഷൻ എന്നുണ്ട്. എല്ലാവരും കാര്യമായി കൊണ്ട് തന്നെ അതിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈദ്ഗാഹ് സ്വാതി ഗ്രൗണ്ടിൽ വെച്ചാണ്, നമ്മൾ സ്ഥിരം നടക്കുന്ന സ്വാതി ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈദ്ഗാഹ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും വുളുവെടുത്ത് മുസല്ലയുമായി കഴിവിൻ്റെ പരമാവധി കടന്നു വരിക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. 7 മണിക്ക് കൃത്യം നമസ്കാരം നടക്കുന്നതാണ്. 7 മണിക്ക് കൃത്യം നമസ്കാരം നടക്കുന്നതാണ്. ഞാൻ 1 മിനിറ്റ് വൈകി എന്നത് ഒരിക്കലും നമ്മളൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. വർഷത്തിൽ 2 ദിവസമാണ്, ഇത്രയും നേരത്തെ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരാളെയും കാത്തു നിൽക്കില്ല. അപ്പോൾ ആരാണെങ്കിലും അവരെ കാത്തു നിൽക്കാതെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് കൃത്യം 7 മണിക്ക് തന്നെ നമസ്കാരം നടക്കും. അതുകൊണ്ട് നേരത്തെ എല്ലാവരും മുസല്ലയിലേക്ക് വരിക. ഒരു 6:30 വരിക, തക്ബീറുകൾ ചൊല്ലിയിരിക്കുക, സന്തോഷത്തിൽ പങ്കുചേരുക. 7 മണിയോടുകൂടി ഇൻഷാ അള്ളാഹ് നമസ്കാരം നമുക്ക് പെടുന്നതിന് അവസാനിപ്പിക്കണം. ചൂട് വളരെ കൂടുതലാണ് എന്ന് മാത്രമല്ല, കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും നല്ല പ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് എളുപ്പം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് കൃത്യം 7 മണിക്ക് തന്നെ ഇൻഷാ അള്ളാഹ് നമ്മുടെ നമസ്കാരം ആരംഭിക്കുമെന്ന് ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലുള്ള സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ നോമ്പുകാരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് ആ റയ്യാൻ എന്ന കവാടത്തിലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകുമാറാകട്ടെ. അവർക്ക് വീടുകളും അവർക്ക് ഭക്ഷണവും അവരെ കുടിപ്പിക്കുകയും അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിർഭയത്വം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കുകയും ചെയ്യുന്ന
അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരുടെ തന്ത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയുമാറാകട്ടെ. അവരിൽ ഏറ്റവും നല്ല ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ മനസ്സുകൾ അള്ളാഹു ഈ ദീനിനോടും ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളോടും ഇണക്കമുള്ളതാക്കി മാറ്റുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന വഖിയാമന വറുകൂഅന വസുജൂദന വതിലാവതന القرآن آناء الليل وأطراف النهار. اللهم انصر المسلمين والمستضعفين في كل مكان. اللهم انصر المسلمين والمستضعفين في فلسطين وفي غزة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.